Meet the editors. മുഖ്യമന്ത്രി വിട്ടുനിൽക്കേണ്ടേ എന്നതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, വെള്ളാപ്പള്ളി നടേശന്റെ 30 വർഷത്തെ സേവനം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന, അദ്ദേഹത്തിനൊരു സ്വീകരണ പരിപാടി ഒരുക്കുന്ന ഒരു മഹാസംഗമമാണ്. അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാനിരിക്കുന്നു എന്നുള്ള പോസ്റ്ററുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അതായത് മലപ്പുറം ഒരു രാജ്യമാണെന്നും മലപ്പുറം ഒരു സംസ്ഥാനമാണെന്നും അവിടെ ശ്വാസം മുട്ടുന്നു എന്നും പറഞ്ഞ ശേഷം വന്നിരിക്കുന്ന പോസ്റ്ററാണ്. അപ്പോൾ ഈ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി മാറി നിൽക്കണ്ടേ എന്നാണ് നമ്മുടെ ചോദ്യം. മുഖ്യമന്ത്രി മാറി നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല. ചില സന്ദർഭങ്ങളിൽ അതിശക്തമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾക്ക് ബാധ്യതയുണ്ട്. അത്തരമൊരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രി നിർവഹിക്കണം എന്നാണ് എൻ്റെ നിലപാട്. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കരുത് എന്ന് ഞാൻ പറയുന്നത്. അത് ഞാൻ വിശദീകരിക്കാം. നമുക്കറിയാമല്ലോ, ഇന്നിപ്പോൾ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. എങ്ങനെയാണ് ഈ നവോത്ഥാന സമിതി രൂപപ്പെട്ടത്? നമുക്കൊക്കെ അറിയുന്നത് പോലെ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് 2019 സംസ്ഥാന സർക്കാർ ഒരു നവോത്ഥാന സംരക്ഷണ സമിതിക്ക് രൂപം നൽകുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ പേരെന്താണെന്നറിയാവോ? കേരള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്നാണ്. നവോത്ഥാന സംരക്ഷണ സമിതി എന്ന് നമുക്ക് വേഗത്തിൽ പറയാൻ വേണ്ടിയിട്ട് ചുരുക്കിയതാണ്. പക്ഷേ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2019 സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അങ്ങനൊരു സമിതി രൂപീകരിക്കുന്നത്. ആ സമിതി രൂപീകരിച്ച പശ്ചാത്തലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല പ്രക്ഷോഭകാലമാണ്. എന്താണ് ശബരിമല പ്രക്ഷോഭം? നമുക്കൊക്കെ അറിയാമല്ലോ. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ അനുവദിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവം നടത്തുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ആ വിധി നടപ്പാക്കാനായി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു. പക്ഷേ അതിനെതിരായിട്ട് സംസ്ഥാനത്തൊരു പ്രക്ഷോഭം ഉണ്ടാകുന്നു. അത് വിശ്വാസികൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രക്ഷോഭമായിരുന്നു. എന്താണ് കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത്? കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ജാതി അസമത്വങ്ങൾക്കും എല്ലാ തരത്തിലുള്ള ജാതി അസ്വാതന്ത്ര്യങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ട് വിവിധ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തെ നവീകരിക്കുന്നതിനു വേണ്ടി നടത്തിയ ശ്രമത്തെയാണ് നമ്മൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ എന്ന് പറഞ്ഞ ആ കവിതാശകലം വ്യക്തമാക്കുന്നത് പോലെ നമുക്ക് തൊട്ടുകൂടായ്മയുണ്ടായിരുന്നു, നമുക്ക് തീണ്ടിക്കൂടായ്മയുണ്ടായിരുന്നു, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമൂഹമായിരുന്നു കേരളം. അവിടെ നിന്ന് മനുഷ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വിവിധ സമുദായങ്ങളിൽ രൂപപ്പെട്ടു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് കേരളത്തെ ആധുനിക കേരളമാക്കി മാറ്റിയത്. ആ മൂല്യങ്ങളെ സംരക്ഷിക്കണം എന്നാണ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം തന്നെയാണത്. ഇടതുപക്ഷ സർക്കാർ ആഗ്രഹിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംരക്ഷണ സമിതി ഉണ്ടായത്. എന്നാൽ ആ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ വരുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാഹാത്മ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹത്തെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാൻ ആക്കുന്നത്. പിന്നെന്താ? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് SNDP യോഗമാണ്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ആ യോഗം എന്ന് പറയുന്നത്, ആ സംഘടന എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിച്ച സംഘടനയാണെന്നേ. ആളുകൾക്ക് പൊതുവഴി നടക്കാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത സംഘടനയാണെന്നേ. ക്ഷേത്രങ്ങളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കണം, എല്ലാ ജാതി വിഭാഗങ്ങൾക്കും പ്രവേശനം ഉണ്ടാകണം, എല്ലാ മനുഷ്യർക്കും പ്രവേശനം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയിട്ടുള്ള സംഘടനയാണെന്നേ. അങ്ങനെയൊക്കെയുള്ള പ്രക്ഷോഭങ്ങളിലൂടെ കേരളത്തെ ആധുനികവൽക്കരിച്ചൊരു സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി വരുന്നത്. അത് ശരിയായ തീരുമാനവുമാണ്. പക്ഷേ ആ സ്ഥലത്തിരുന്നു കൊണ്ട് എന്താണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് എപ്പോഴും ആ മൂല്യത്തെ ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ എന്തുകൊണ്ട് ബാധ്യസ്ഥരാകുന്നു എന്നുള്ളതിൻ്റെ കാര്യം ശബരിമല മാത്രമല്ല. നമ്മൾ പല ഉദാഹരണങ്ങൾ കേരളത്തിൽ കണ്ടല്ലോ. കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു അല്ലേ? ഈ ദേവസ്വം മന്ത്രിക്ക് തൊട്ടുകൂടായ്മ നേരിടേണ്ടി വന്നൊരു സന്ദർഭം മലയാളികൾ മറക്കാൻ പാടില്ലല്ലോ. പയ്യന്നൂർ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? വിളക്ക് താഴ്ത്തു വെച്ചു കൊടുത്തു. ദേവസ്വം മന്ത്രി കേട്ടോ കെ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ തൊട്ടുകൂടാത്ത ഒരു സ്ഥിതി, അതായത് ആചാരത്തിൻ്റെ പേരിലാണത് പറയുന്നതെങ്കിൽ കൂടിയും നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും അത്തരത്തിലുള്ള തൊട്ടുകൂടായ്മകളും തീണ്ടിക്കൂടായ്മകളും ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ഉദാഹരണമല്ലേ ഈ പറയുന്ന കെ രാധാകൃഷ്ണൻ അനുഭവിച്ച തൊട്ടുകൂടായ്മ. അദ്ദേഹം തന്നെ വളരെ വിഷമത്തോടുകൂടി അത് വെളിപ്പെടുത്തുകയാണല്ലോ ഉണ്ടായത്. അത് മാത്രമല്ലോ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ദുരഭിമാനക്കുലങ്ങൾ ആ വിശദീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് രാധാകൃഷ്ണൻ അല്ലല്ല, അത് കെ രാധാകൃഷ്ണ നിലപാടാണ്. കെ രാധാകൃഷ്ണൻ പറയേണ്ടത്. ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ പോയിട്ട് അനുഭവിച്ചിട്ടില്ല. കെ രാധാകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഇങ്ങനെയാണ് സംഭവിച്ചത്. അക്കാര്യത്തിൽ ഞാൻ അവിടെ നിന്ന് തന്നെ പരസ്യമായി പ്രതിഷേധിച്ചു. ഞാൻ അതിന് നിന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞയാളാണ് കെ രാധാകൃഷ്ണൻ കേട്ടോ. ദേവസ്വം മന്ത്രിയുമായിരുന്നു. രാധാകൃഷ്ണ നിലപാടാണ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത്, എൻ്റെ നിലപാടല്ല. തന്ത്രി എന്ത് വിശദീകരിച്ചാലും രാധാകൃഷ്ണൻ ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു
നിൽക്കുന്ന ആളാണ്. ഞാൻ ആ രാധാകൃഷ്ണ നിലപാടിനോടൊപ്പമാണ് നിൽക്കുന്നത്, അദ്ദേഹത്തെയാണ് വിശ്വസിക്കുന്നത് ഈ കാര്യത്തിൽ. അങ്ങനെ രാധാകൃഷ്ണനോട് കാണിച്ച ഒരു മാനസികാവസ്ഥയുണ്ട്, അവിടെ തീരുന്നില്ല. ഞാൻ പറയാമെന്നേ, ദുരഭിമാന കൊലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. പാലക്കാട് തെങ്കുറിശ്ശിയിൽ എന്താ സംഭവിച്ചത്? ഹരിത എന്ന് പറയുന്ന പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതിന് 88ാമത്തെ വയസ്സിൽ അനീഷ് എന്ന് പറഞ്ഞ പിന്നാക്കക്കാരനെ തല്ലിക്കൊന്നു, അല്ലേ? കോട്ടയത്ത് കെവിനെ തല്ലിക്കൊന്നു. എന്താ കാര്യം? പിന്നാക്കക്കാരൻ ദളിത ക്രിസ്ത്യാനിയാണ്, മുന്നോക്ക ജാതിയിലുള്ള ഒരാളെ കല്യാണം കഴിച്ചു. ഇലന്തൂരിൽ എന്താ സംഭവിച്ചത്? ആളുകൾ അനാചാരവും അന്ധവിശ്വാസത്തിലും പെട്ടിട്ട് മനുഷ്യക്കുരുതി നടത്തി. ഏറ്റവും ഒടുവിൽ നെയ്യാറ്റിൻകരയിൽ എന്താ സംഭവിച്ചത്? ഒരാളെ സമാധി ഇരുത്തി ക്ഷേത്രം ഉണ്ടാക്കാൻ നോക്കി. നോക്കൂ, ആധുനിക കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഓർക്കണം. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്, ജനങ്ങളെ ഉത്ഭുതരാക്കേണ്ടതുണ്ട്, ബോധവാന്മാരാക്കേണ്ടതുണ്ട്. നമുക്കിങ്ങനൊരു ചരിത്രമുണ്ട്, നമുക്കിങ്ങനൊരു പാരമ്പര്യമുണ്ട്, നമ്മളത് മഹാസമരങ്ങളുടെ ചരിത്രമാണ്, ആ രീതിയിലാണ് നമ്മൾ ആധുനിക സമൂഹമായിരിക്കുന്നതെന്ന് പറഞ്ഞു ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ടേ മതസ്പർദ്ധയാണ് ഉണ്ടാക്കുന്ന ഒരാൾ. അത് ചെറിയൊരു വീഴ്ചയല്ല. ഞാൻ പറഞ്ഞുതരാം, ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. ഇനി മതസ്പർദ്ധ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ല. ആദ്യം പറഞ്ഞത് പുന്നല ശ്രീകുമാറാ. ആരായിരുന്നു പുന്നല ശ്രീകുമാർ? ഈ സമിതിയുടെ കൺവീനറായിരുന്നു. അദ്ദേഹം കേരള പുലയർ മഹാസഭയുടെ അധ്യക്ഷൻ കൂടിയാണ്, സംസ്ഥാന നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇറങ്ങിപ്പോയി ആ സമിതിയിൽ നിന്ന്. എന്താ കാര്യം? മതസൗഹാർദ്ദത്തിന് വേണ്ടി ഉണ്ടാക്കിയ സമിതി മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുന്നല ശ്രീകുമാർ പോകുന്നത്. എന്തായിരുന്നു പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ഉന്നയിച്ച വിമർശനം? സംസ്ഥാനത്ത് LDF അടക്കമുള്ള പാർട്ടികൾ രാജ്യസഭാ മെമ്പർമാരെ തീരുമാനിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു വിമർശനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഹുസൈൻ മടവൂർ വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ സമിതിയുടെ, രാജിവെച്ച് പുറത്തേക്ക് പോയല്ലോ. എന്തുകൊണ്ടാണെന്നേ മുസ്ലിങ്ങൾക്ക് രാജ്യസഭയിലേക്ക് കൂടുതൽ സീറ്റ് കൊടുക്കാൻ LDF അടക്കമുള്ള കക്ഷികൾ തീരുമാനിക്കുന്നത്? ഈ രാജ്യത്ത് പാർലമെന്റിൽ മുസ്ലിം പ്രാതിനിധ്യം അങ്ങേയറ്റം കുറവാണ്. ഒരു MP പോലും ഇല്ലല്ലോ ഭരിക്കുന്ന പാർട്ടിയായ BJPക്ക് മുസ്ലിങ്ങളിൽ നിന്ന്. ക്യാബിനറ്റിലൊരു മന്ത്രിയില്ലല്ലോ. ഇവിടുത്തെ 20% ജനങ്ങൾ കൂടി ഉൾപ്പെട്ടതാണല്ലോ, ഈ 20% മുസ്ലിങ്ങൾ കൂടി ഉൾപ്പെട്ടൊരു രാജ്യമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. അവർക്ക് പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് പുരോഗമന പാർട്ടികളെല്ലാം അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്, മതേതര പാർട്ടികൾ ആ നിലപാടെടുക്കുന്നത്. അതിനെയാണ് വെള്ളാപ്പള്ളി നവോത്ഥാന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലിരുന്നുകൊണ്ട് വിമർശിച്ചത്. ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം എന്താ? ആ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് വിദ്വേഷ പ്രസംഗമല്ലേ? ഇന്ന് കേരളം മുഴുവൻ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരാൾ ആ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരണോ, അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കണോ? ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇന്നിപ്പോൾ LDFിൻ്റെ ഘടകകക്ഷികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ബിനോയ് വിശ്വം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞ എന്താണ്? RSSൻ്റെ ആശയങ്ങളെ വെള്ള പൂശാൻ നിൽക്കുന്ന ഒരാൾ അവിടെ ഇരിക്കുന്നത് ഔചിത്യമല്ല എന്നാണ്. പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ഒരു ഒതുക്കത്തിലൊക്കെ ആണെങ്കിൽ പോലും ഉത്തരവാദിത്വത്തോടുകൂടി സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ട. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തു. ആ ബാബറി മസ്ജിദ് തകർത്തതിനെതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത പ്രസ്ഥാനം കേട്ടോ SNDP എന്ന് പറയും. നമ്മളത് മറക്കരുത്. 1998 അന്ന് ഡോക്ടർ KK രാഹുലനാണ് SNDPയുടെ പ്രസിഡന്റ്, അന്ന് K ഗോപിനാഥനാണ് SNDPയുടെ ജനറൽ സെക്രട്ടറി. അവരെടുത്ത തീരുമാനം എന്താണെന്നറിയോ? ഇത് ഇന്ത്യൻ മതേതരത്വത്തിന് നിരക്കുന്നതല്ല, ഞങ്ങൾ അതിനെ ശക്തമായി അപലപിക്കുന്നു എന്നാണ് SNDP എടുത്ത തീരുമാനം. SNDP എപ്പോഴും അങ്ങനെയാണ്, വളരെ സെക്യുലറായ നിലപാടെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് മാത്രവുമല്ല, SNDP പിടിച്ചെടുക്കാനൊരു പരിപാടി BJPക്ക് ഉണ്ടായിരുന്നു. SNDP പിടിച്ചെടുക്കാനും NSS പിടിച്ചെടുക്കാനും BJPക്ക് തീരുമാനം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. രണ്ടിനും അവർ വിജയിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്താ സ്ഥിതി? SNDPയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന BDJS എന്ന് പറഞ്ഞ പാർട്ടിയെ BJPയുടെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. അതിന് മറുപടി പറയണമല്ലോ. ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഈ കർസേവ തുടങ്ങുമ്പോൾ കർസേവയ്ക്ക് ഇഷ്ടികൾ പിന്നെ അരുവിപ്പുറത്തുനിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് BJP ഒരു ആവശ്യം ഉന്നയിച്ചു. അത് സമ്മതിച്ചില്ല. 92 കാര്യം ഞാൻ ഈ പറയുന്നത്. 92 SNDP അത് സമ്മതിച്ചില്ല. ഇവിടുന്ന് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ കേരളത്തിൻ്റെ മതേതരത്വത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ചരിത്രം SNDPക്കുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് BDJS ഉണ്ടാക്കിയിട്ട് ആ BDJSനെ SNDP കൊണ്ടുപോയി കെട്ടിയിരിക്കുന്ന എവിടെയാണ്? BJPക്കൊപ്പമാണ്. 2022 നവോത്ഥാന സമിതി ഒരു തീരുമാനം എടുത്തു. എന്താണെന്നറിയോ ആ തീരുമാനം? സംഘപരിവാറുമായി ബന്ധമുള്ള ഒരു സംഘടനകളെയും സമിതിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. എന്നാൽ പ്രതിപക്ഷം, അതായത് കോൺഗ്രസ് അടക്കമുള്ള ഏത് സംഘടനയ്ക്കും ഇതിനകത്ത് അംഗത്വം എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സംഘപരിവാറുമായി ബന്ധമുള്ള ഒരു സംഘടനയും ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ലെന്നാണ്. ശരിയാണ്, SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. പ്രത്യക്ഷമായി അദ്ദേഹത്തിനൊരു ബന്ധം പിന്നെ സംഘപരിവാറുമായി ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 2016 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആർക്കൊപ്പമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ? ഹെലികോപ്റ്റർ എടുത്ത് യാത്ര ചെയ്യായിരുന്നല്ലോ. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രചാരണം നടത്തിയത്? BDJSന് വേണ്ടിയിട്ടല്ലേ പ്രചാരണം നടത്തിയത്? ആ BDJS ആരുടെ സഖ്യകക്ഷിയായിട്ടാണ് മത്സരിച്ചത്? സംഘപരിവാറിൻ്റെ സംഘപരിവാറിൻ്റെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് യോജിച്ചുകൊണ്ടല്ലേ മത്സരിച്ചത്? അപ്പോൾ പിന്നെ 2024 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ എന്തായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട്? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ നിലപാടെന്തായിരുന്നു? എല്ലാവരും ഇറങ്ങി ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടല്ലേ വോട്ട് പിന്നെ ക്യാൻവാസിങ് നടത്തിയത്? അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായി സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയും അപരമത വിദ്വേഷം പറയുകയും ചെയ്യുന്ന ഒരാൾ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അത് സർക്കാർ തീരുമാനിക്കണം. പക്ഷേ അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. 30 വർഷമായിരിക്കുന്നു. ആ 30 വർഷം തികയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. 2019 ശേഷം SNDPയിൽ ഇലക്ഷൻ നടന്നിട്ടില്ലല്ലോ.
പിന്നെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള സെക്രട്ടറി ആയിട്ടിരിക്കുകയാണേ. പല കേസുകളിലാണ്. എന്തുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കാത്തത്? 2019 വരെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ്. അത് കഴിഞ്ഞുള്ള 6 വർഷം ഉണ്ടല്ലോ, ആ 6 വർഷം എന്ന് പറയുന്നത് പലതരത്തിലുള്ള കോടതി കേസുകളുണ്ട്. ഈ കോടതിയിലേക്കൊക്കെ കേസിന് പോയത് ചെറിയ ആളുകളല്ല കേട്ടോ. ഇന്ന് മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാന്മാരായ എഴുത്തുകാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സാനുമാഷാണ് ഹൈക്കോടതിയിൽ പോയത് ഈ പറയുന്ന SNDP ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കേസുമായിട്ട്. അപ്പം അത്തരത്തിലുള്ള വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ 30 വർഷം പൂർത്തിയാക്കിയത് എന്ന് പറയുന്നു. എന്തായാലും ഈ സമയത്ത് ഈ പരിപാടിയിലേക്ക് പിണറായി വിജയൻ പോകാനുള്ള കാരണം എന്താ? 2024 തെരഞ്ഞെടുപ്പാണ്. 2024 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇഴവ് വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന CPM-ഉം CPM-ന്റെ നേതൃത്വവും 2026 ആ വോട്ട് ബാങ്കിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ പിണക്കാൻ കഴിയില്ല. വെള്ളാപ്പള്ളി നടേശനാണ് ആ സമുദായത്തിൻ്റെ നേതാവ്. അദ്ദേഹത്തെ പിണക്കാൻ കഴിയുന്ന ഒരു നീക്കവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത് ചില രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ ഉത്തരവാദിത്വത്തോടുകൂടി ശക്തമായ സന്ദേശം നൽകാൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങൾ തയ്യാറാകണം. ഇത് തെറ്റാണ് എന്ന് പറയാൻ പിണറായി വിജയൻ അമാന്തിക്കേണ്ട കാര്യമില്ല. കാരണം കേരളം ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളെ അങ്ങ് വിഴുങ്ങുന്നവരല്ല. കേരളത്തിലെ സമൂഹത്തിന് ഇപ്പോൾ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, എന്താണ് അദ്ദേഹം ഉന്നം വയ്ക്കുന്ന ലക്ഷ്യം. ഈ കാര്യങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള കേരളത്തിലെ ജനങ്ങളെ വീണ്ടും വിശ്വാസത്തിലെടുത്തുകൊണ്ട് പിണറായി വിജയൻ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാവുന്നേ ഉള്ളൂ. 30 വർഷം പൂർത്തിയാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം SN ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ഒരേ സമയം 30 വർഷം പൂർത്തിയാക്കുക. അതും വളരെ അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ വെള്ളാപ്പള്ളി നടേശന് കഴിഞ്ഞു. R. ശങ്കർ മാത്രമാണ് കേട്ടോ, തലമുതിർന്ന നേതാവായിരുന്ന R. ശങ്കർ മാത്രമാണ് SN ട്രസ്റ്റിൻ്റെയും SNDP യോഗത്തിൻ്റെയും ഒരേ സമയം ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടുള്ളത്. അതിനുശേഷം ആ പദവിയിലെത്താനും അത് തുടരാനും കഴിഞ്ഞിട്ടുള്ള ആളാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ ഒരു പ്രശ്നമാണെന്നേ. ചില സന്ദർഭങ്ങളിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ശക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകണം. ആ രാഷ്ട്രീയ സന്ദേശം മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കാനില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് പിണറായി വിജയൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയായ ഒരു രീതിയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ പിണറായി വിജയൻ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ആരെയും പിണക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അത്തരമൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെങ്കിൽ കൂടിയും അതൊരു നല്ല സന്ദേശമായിരിക്കില്ല. മറിച്ച് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മാറി നിൽക്കുക എന്ന് പറയുന്ന അതിനേക്കാൾ ശക്തമായ സന്ദേശം നൽകുമായിരുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന പിണറായി പങ്കെടുക്കേണ്ടതല്ല എന്നാണ്. എന്നാൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. മുഖ്യമന്ത്രി വിട്ടുനിൽക്കേണ്ടേ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കേണ്ടതാണ്. പക്ഷേ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വിട്ടുനിൽക്കാനുള്ള സാധ്യത കുറവാണ് ഞാനും കാണുന്നത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇഴവ് വോട്ട് നഷ്ടപ്പെട്ടത് വെള്ളാപ്പള്ളി എടുത്ത നിലപാട് കൊണ്ടുകൂടിയാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയും. അതല്ലാത്ത കാരണങ്ങൾ കൂടി യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പരിശോധിക്കേണ്ടതാണ്. ഈ വെള്ളാപ്പള്ളി നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി ഇപ്പോഴും തുടരുന്നു. എങ്ങനെ ഇത്രയും തീവ്രമായ മുസ്ലിം വിരോധം പറഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോഴും അധ്യക്ഷനായി തുടരുന്നതിനെതിരെ ഇന്നിപ്പോൾ LDF-ലെ ഘടകകക്ഷികൾ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഈ നവോത്ഥാന സമിതിയിൽ നിന്ന് തന്നെ കൂടുതൽ രാജികൾ ഉണ്ടായിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ നാവ് കൊണ്ട് തന്നെയാണ് മുൻപ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഈ പറഞ്ഞ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്ന രൂപത്തിൽ ഒരു സമിതി രൂപീകരിച്ചത് തന്നെ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിപ്ലവകരമായ ഒരു വിധി, ആ വിധി നടപ്പാക്കാൻ വേണ്ടിയുള്ള നല്ല ആവേശം ഇടത് സർക്കാരിനുണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാർ അങ്ങനെയാണ് ഒരു നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിച്ചത്. അങ്ങനെ രൂപീകരിച്ചപ്പോൾ എല്ലാവരും വരട്ടെ സമിതിയിലേക്ക് എന്നൊരു രൂപത്തിലാണ് ആദ്യം അത് തുടങ്ങിയത്. ഒരുപാട് സമുദായ സംഘടനാ പ്രതിനിധികളുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അതിൽ ഹിന്ദു പാർലമെന്റ് ജനറൽ സെക്രട്ടറി CP സുഗതൻ കൂടി അതിൻ്റെ ഭാരവാഹിയായത്. CP സുഗതൻ പിന്നീട് നടത്തിയ വർഗീയ പരാമർശം ഞെട്ടിക്കുന്നത്. കാരണം നവോത്ഥാന സമിതിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുകയും പിന്നീട് ഈ വനിതാ മതിൽ കൊണ്ടുവരുന്നത് ഈ സ്ത്രീകളെ ക്ഷേത്രത്തിലേക്ക് കയറ്റാണോ ശബരിമലയിലേക്ക് കയറ്റാണെങ്കിൽ ഞാൻ ഈ നവോത്ഥാന സമിതിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് സുഗതൻ പറഞ്ഞത്. അത്രയും അദ്ദേഹത്തിന് പറയാം. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ സമരത്തിൽ BJP-ക്കൊപ്പം അവിടെ പോകുന്നതും സ്ത്രീ പ്രവേശത്തെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നതും പിന്നീട് ഈ നവോത്ഥാന സമിതിയിൽ താൻ ചേർന്നത് തന്നെ ഹിന്ദുത്വം പ്രചരിപ്പിക്കാനാണ് എന്നുകൂടി അദ്ദേഹം പ്രസ്താവിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈ പുന്നല ശ്രീകുമാർ സമിതി കൺവീനർ ഈ നവോത്ഥാന സമിതിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോഴും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ തന്നെയാണ്. അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നു എന്നുള്ള പ്രതികരണം വന്ന ശേഷമാണ്. പിന്നെ നമ്മൾ കാണുന്നത് 2024 കഴിഞ്ഞ വർഷം ഹുസൈൻ മടവൂർ രാജിവെച്ചതും ഇതേ തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവർക്കെതിരായ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടത്തിയതിൻ്റെ ഘട്ടത്തിലാണ്. പിന്നീട് ഇപ്പോൾ അറിയാനാകുന്ന വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ പ്രസിഡന്റ്, P. രാമഭദ്രൻ ജനറൽ സെക്രട്ടറി, K. സോമപ്രസാദ് ട്രഷറർ,
ഡോക്ടർ ഷീന ഷുക്കൂർ വൈസ് പ്രസിഡന്റ്, വിനീത വിജയൻ ദളിത് പ്രതിനിധി, ഇത്രയും പേരാണ് ഇപ്പോൾ ഉള്ളതെന്ന് കേൾക്കുന്നു. സമിതി ഇടയ്ക്കിടയ്ക്ക് യോഗം ചേരുന്നുണ്ടാകാം. എന്തായിരിക്കാം വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന സംരക്ഷണ സമിതി ചർച്ച ചെയ്യുന്നതെന്ന് അറിയാനൊരു കൗതുകമുണ്ട്. എന്ത് തരത്തിലുള്ള നവോത്ഥാനമാണ് ആ സമിതി മുന്നോട്ട് വെക്കുന്നത്? ബാക്കി ആരെയും ഞാൻ പറയുന്നില്ല. വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന ആ നവോത്ഥാന സംരക്ഷണ സമിതി എന്തായിരിക്കും ചർച്ച? എന്ത് നവോത്ഥാനമാണ്? ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന് എല്ലാം കിട്ടുന്നു, ഞങ്ങൾക്കിതാ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം 30 വർഷം മുമ്പാണല്ലോ അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കുന്നത്. അതിൻ്റെ ആഘോഷത്തിലേക്കാണല്ലോ പോകുന്നത്. ആ 30 വർഷം മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതാണത്രേ. അപ്പോൾ 30 വർഷമായിട്ട് അദ്ദേഹത്തിന് സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലേ? അന്ന് മുതൽ പറയുന്നത് എൻ്റെ സമുദായത്തോട് അവഗണന എന്നാണ്, സംഘടിത ശക്തിയാകുന്നില്ല നമ്മുടെ സമുദായം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമം പറച്ചിൽ ഈ 30-ാം വർഷവും അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം സമുദായത്തിന് ചെയ്തത് എന്ന് സമുദായത്തിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഈ സംഘടനയിൽ നിന്ന് പുറത്തു പോയവർ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവന? ഇപ്പോൾ അദ്ദേഹം പറയുന്നല്ലോ, മലബാറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചില്ല. ഈ 9 വർഷമായി അദ്ദേഹത്തിന് പരാതിയില്ല. 9 വർഷം മുമ്പുണ്ടായിരുന്ന സർക്കാർ തനിക്കത് അനുവദിച്ചില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹം അവിടെ പോയി പറയുമ്പോൾ മലപ്പുറത്തിനെതിരെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ വടക്ക് വിടട്ടെ, തെക്ക് അദ്ദേഹം തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കണം. സ്വാശ്രയ മേഖലയിൽ അവർക്ക് ഇപ്പോൾ 15ഓളം സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും തുടങ്ങാൻ ആവശ്യപ്പെട്ടത് ഈ എന്താ പറയുക, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് SNDP യോഗം ഇട്ടിട്ടല്ല. അത് യൂണിയനുകളോട് നിങ്ങൾ തുടങ്ങിക്കോളൂ, നിങ്ങൾ സ്ഥലം മേടിക്കൂ, നിങ്ങൾ പിരിക്കൂ. അതായത് അത് ഓരോ സ്ഥലങ്ങളിലെയും സമ്പന്നരുണ്ടെങ്കിൽ അവരെയൊക്കെ ചേർത്ത് അവരുടെ പണം പിരിച്ചൊരു ട്രസ്റ്റ് തുടങ്ങും, അങ്ങനെ തുടങ്ങൂ എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ പല സ്ഥാപനങ്ങളും മുന്നോട്ട് പോകാൻ ആവാത്ത വിധത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ട്. പൂട്ടിപ്പോയ സ്ഥാപനങ്ങളുടെ കണക്കുണ്ട്. കോതമംഗലത്തുള്ള സംവിധാനം അവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കോട്ടയത്ത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അടിമാലിയിൽ SNDP യൂണിയൻ തുടങ്ങിയ പുല്ലുകണ്ടത്തെ കോളേജ് അത് തുടങ്ങി, അത് യൂണിയൻ കടബാധ്യതയിലാണ്. അങ്ങനെ 15 എണ്ണത്തിൽ 10% കൂടുതൽ നശിച്ചിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. ലാഭമുള്ളതെല്ലാം മറ്റേ കൂടെ കൂട്ടുകയും ചെയ്യും. അതെ, SN ട്രസ്റ്റ് ഉണ്ടല്ലോ, ട്രസ്റ്റിന്റെ കൂടെ കൂട്ടും. അപ്പോൾ ട്രസ്റ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ ട്രസ്റ്റിന് കുറച്ച് പണം എടുത്ത് അതിനെ ഒന്ന് നന്നാക്കാം എന്നുള്ള അഭ്യർത്ഥന വെച്ചിട്ടും അദ്ദേഹം അത് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ സ്ഥലം പോലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങാൻ പറഞ്ഞിട്ട് യൂണിയൻ പ്രതിനിധികളെ കടക്കണിയിലാക്കിയിരിക്കുന്ന നേതാവാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് 30-ാം വർഷമാണ് ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത്. അതാണ് തെക്കിലുള്ള സ്ഥിതി. ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അവരെ കൂടി അതിൻ്റെ ഭാഗമാക്കി, അവർക്കൊരു ചെറിയ തുക കൊടുത്താൽ മതി, അവരെ കൂടി അതിൻ്റെ ഭാഗമാക്കി നമുക്ക് ട്രസ്റ്റിനോട് ചേർത്താൽ ഈ കോളേജുകളൊക്കെ നന്നായി നടത്താൻ പറ്റും എന്നുള്ള അഭിപ്രായം അവിടെ നിന്ന് ഉയർന്നിട്ടും അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. വടക്കോട്ടേക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുമില്ല. ഇനി ഈ പറയുന്ന മൈക്രോ ഫിനാൻസിൻ്റെ സംഭവം എന്താണ്? BSന്റെ കാലത്താണല്ലോ കേസ് വന്നത്. ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ നീളുകയാണ്. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഏജൻസി സ്വർണ്ണക്കടത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നീങ്ങുന്നില്ല. ഇതുവരെയും അതിന്മേലൊരു കുറ്റപത്രം കൊടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ അത് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നല്ലൊരു ആശയമായിരുന്നു, അതെങ്ങനെ നടപ്പാക്കണം എന്നുള്ള അഭിപ്രായമൊക്കെ അതിനകത്തു നിന്നുള്ളവർ തന്നെ പറഞ്ഞതാണ്. ശ്രീനാരായണ മൈക്രോ ക്രെഡിറ്റ് കോർപ്പറേഷൻ കമ്പനി എന്നൊരു കമ്പനിയായിട്ട് തുടങ്ങുകയാണെങ്കിൽ നല്ല നേട്ടമുണ്ടാകും, നല്ല ഫലമുണ്ടാകും എന്നുള്ള രൂപത്തിൽ അതിനോട് പറഞ്ഞാണ്. പക്ഷേ അത് കൈവിട്ടുപോയി, പലയിടത്തും അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ അത് കേസിലേക്ക് പോകുന്നതിൻ്റെ ഉത്തരവാദിത്വവും വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒറ്റ നേതാവിലാണ് എന്നുള്ളതാണ് അതിനകത്തുനിന്ന് തന്നെ വരുന്ന വിമർശനം. ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അത് ചെയ്യുന്നില്ല. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതി അതാണ്. എന്നിട്ട് കിട്ടുന്നില്ല, വടക്ക് കിട്ടുന്നില്ല. അത് മുസ്ലിം ന്യൂനപക്ഷം എടുത്തുകൊണ്ട് പോവുകയാണ്. അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ നന്നായി കൊണ്ടുപോകുന്നു എന്നുള്ളത് അവർ ചെയ്യുന്നു, അതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്, അതിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതേ രീതിയിൽ ചെയ്യാൻ ഇദ്ദേഹം ഇവിടെ തയ്യാറാകുന്നില്ല. അപ്പോൾ ആ പണമൊക്കെ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള അന്വേഷണത്തിലേക്കൊന്നും പോവുകയില്ല. യഥാർത്ഥത്തിൽ ഈ ഇഴവ വോട്ട് മുഴുവൻ വെള്ളാപ്പള്ളിയുടെ കയ്യിലാണ് എന്ന രൂപത്തിൽ ഇടതുപക്ഷം തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണോ? വെള്ളാപ്പള്ളി അല്ലാതെ ഒരു നേതാവിന് ഈ രൂപത്തിൽ ഇത്രയും വർഗീയമായ പരാമർശം നടത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇവിടെ ശോഭാ സുരേന്ദ്രന് വോട്ട് മേടിക്കാൻ വെള്ളാപ്പള്ളിയും ഭാര്യയും കൂടി വോട്ട് ചോദിക്കാൻ വീടുകൾ കയറി നമ്മൾ കണ്ടതാണ്. ആ വെള്ളാപ്പള്ളിയുടെ 30 വർഷം ആഘോഷിക്കാൻ അതിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോവുകയാണെങ്കിൽ അത് ഈ കേരളത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ എന്താണ് തീരുമാനം? BJPക്കെതിരായ നിലപാട് കടുപ്പിക്കാൻ എല്ലാവരുമായി കൈകോർക്കണം, അതിന് ഉള്ള ആലോചനകൾ ഉണ്ടാകുന്നത്. അപ്പോൾ BJPക്ക് ഗുണം ചെയ്യുന്ന വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരു നേതാവിനെ എങ്ങനെയാണ് സഹിക്കുക? എന്നിപ്പോൾ MA ബേബി പുതിയ ജനറൽ സെക്രട്ടറി അതിനോട് വളരെ മിതമായിട്ടാണ് പരിഹരിച്ച് ഇങ്ങനെ പറയരുത് എന്ന് മാത്രമാണ് പറയുന്നത്. അതിലപ്പുറം പറയാൻ തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിൽ പറയേണ്ടത്. ഈ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന കണക്ക് എത്രത്തോളം ശരിയാണ് എന്നൊരു ചോദ്യം കൂടിയില്ലേ? യഥാർത്ഥത്തിൽ ഈഴവർക്ക് ഇവിടെ പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ലേ?
സർക്കാരുകളിൽ, വിവിധ സർക്കാരുകളിൽ കൃത്യമായി പ്രാതിനിധ്യമുണ്ട്. 2006 മുതൽ 2011 വരെ VSന്റെ ഭരണമാണ്. അന്ന് CPIയുടെ 4 മന്ത്രിമാർ ഈഴ വിഭാഗത്തിൽ നിന്നാണ്. ബിനോയ് വിശ്വം, KP രാജേന്ദ്രൻ, മുല്ലക്കര, C ദിവാകരൻ. അപ്പോൾ ലീഗ് ചോദിച്ചില്ലല്ലോ എന്തിനാണ് ഇത്രയും ഈഴവ മന്ത്രിമാരെന്ന് ലീഗ് ചോദിച്ചോ? അപ്പോൾ തിരിച്ച് ലീഗ് 5 മന്ത്രിമാരെ ചോദിച്ചു എന്നുള്ളിടത്താണ് അദ്ദേഹം വർഗീയ പരാമർശം വന്ന് തുടങ്ങിയത്. ഇങ്ങനെ പറയാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറയുന്ന രീതി ബാക്കിയുള്ളവരും എടുത്തിട്ടെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? അപ്പോൾ കിട്ടിയില്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ വാദം യഥാർത്ഥത്തിൽ ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങളല്ല, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന രൂപത്തിൽ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഒരു അധ്യാപകനായി ജോലി കിട്ടാൻ എത്രയാണ് കൊടുക്കേണ്ട ഒരു ജോലിക്ക് എന്നുള്ളത് കണക്കന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം. ചെറിയ ലക്ഷങ്ങളുടെ കണക്കല്ല, അവർക്കകത്ത് തന്നെ പറയാണ്. ആരും പരാതി പറയില്ല, കാരണം ആ ലക്ഷം കൊടുത്തിട്ടാണല്ലോ ജോലിക്ക് കയറുന്നത്. 75-ൻ്റെയും 65 ലക്ഷങ്ങളുടെയും കണക്കുകളൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്, പരിശോധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ സമുദായത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ തുടങ്ങുന്ന ഈ സ്ഥാപനങ്ങളിലും സമുദായത്തിലെ ഭാഗമായുള്ളവർ ജോലിക്ക് അപേക്ഷിച്ചാൽ അവർക്കവിടെ ജോലി കിട്ടുമോ? അവർക്ക് നന്നായി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യമാണോ ഉണ്ടാക്കുന്നത്? പണം കൊടുത്തിട്ടാണോ ജോലി ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ സർക്കാരിന് മുന്നിലേക്ക് വെക്കുകയാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വിട്ടു നിൽക്കേണ്ടതാണ്. അങ്ങനെ ഒരു ധീരമായ നിലപാട് എന്ന് തന്നെ പറയും. കാരണം ഒരു തെറ്റിദ്ധാരണയിലാണ് ഈ ഇഴവ് വോട്ട് മുഴുവൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാണ് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അത് എത്രത്തോളം ആത്യന്തികമായി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. വിട്ടു നിൽക്കേണ്ടതാണ് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ആൻഡ്രു. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട വെള്ളാപ്പള്ളി നടേശൻ, നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം ചീറ്റുന്ന പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും നടത്താൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. 2016 തുടങ്ങി അദ്ദേഹം ഇതുപോലെയുള്ള വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷം പറയുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മൾ കണ്ടു വരികയാണ്. അപ്പം ഈ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ എത്ര നാളാണ് ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു പ്രസംഗം മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അക്ഷരം പോലും ഈ സമയം വരെ മുണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണ്? അത് നല്ല ശൈലിയായിട്ട് ഞാൻ അതിനെ കാണുന്നേ ഇല്ല. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ലല്ലോ. ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെയും ഇവിടുത്തെ മുസ്ലിങ്ങളുടെയും ഇവിടുത്തെ ഹിന്ദുക്കളുടെയും ഇവിടുത്തെ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ ആ വിഭാഗങ്ങളുടെ ആണെങ്കിലും ഇനി മതം ഇല്ലാത്തവരുടെ ആണെങ്കിലും അവരുടെ എല്ലാവരും കൂടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അവരുടെ ഒരാളുടെ വിഷമം, ഒരു സമുദായത്തിൻ്റെ വിഷമം, ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം എല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രശ്നമായി തീരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊരു മുഖ്യമന്ത്രി നല്ല രീതിയിൽ അതിന് മറുപടി പറഞ്ഞു പോകണമായിരുന്നു. കാരണം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നും ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്നും അതിനുള്ള മറുപടി നമ്മൾ കേട്ട് ശീലിച്ച ആൾക്കാരാണ്, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറമെങ്കിലും സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പം വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയുമുള്ള പേഴ്സണൽ ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹം ആ പരിപാടിക്ക് പോകാതിരിക്കാം. പക്ഷേ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബന്ധത്തിൽ മാത്രം നിലകൊണ്ട് പോകേണ്ട ആൾക്കാരല്ലല്ലോ ഒരിക്കലും. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പോസ്റ്റർ വന്നിട്ടുണ്ടല്ലോ, ഒരു സ്ഥലത്ത് വെള്ളാപ്പള്ളി നടേശനും ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രിയുമായി നിൽക്കുന്ന പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ എന്താണ്? ആ പോസ്റ്റർ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ. അവിടേക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ RSS നേതാക്കന്മാരുടെ ഫോട്ടോയും ആ പോസ്റ്റർ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് അതിനകത്ത് ഏക BJP-കാരനെ കണ്ടത് തുഷാർ വെള്ളാപ്പള്ളിനെയാണ്. കാരണം BJP ആയിട്ട് സംഘപരിവാറുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഏക ആളെ കണ്ടത് ബാക്കി മന്ത്രിമാരും ഇടതുപക്ഷവും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു അടവ് നയത്തിൻ്റെ ഒരു നെക്സ്റ്റ് ഘട്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണ്, ഞാനിത് ഇലക്ഷൻ വരികയാണ് അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രൊപ്പഗൻഡ ഇനി അങ്ങോട്ട് നടക്കാൻ പോകും. എങ്ങനെയാണ് നടക്കാൻ പോവുക? തുഷാർ വെള്ളാപ്പള്ളി ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ച് BJP-യുടെ കൂടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കൂടെയും മുന്നോട്ട് പോകും. ആ സമയത്ത് അതിൻ്റെ അമ്പുകളെല്ലാം എവിടെ ഏൽക്കേണ്ടി വരും? വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്തും ഈ പറഞ്ഞ SNDP യോഗത്തിൽ. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന ഇപ്പോഴത്തെ ഒരു നയമാണ് ഈ പറയുന്ന പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുള്ള മന്ത്രിമാരുടെയും എല്ലാവരുടെയും ഒരു യോഗം വിളിച്ച് എന്നെ 30 വർഷം ആദരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ കൊണ്ടുവരികയാണ്. അപ്പോൾ അതോടുകൂടി ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഞാൻ ഇവിടേക്ക് ഈ യോഗത്തിലേക്ക് ഒരു BJP-കാരനെ വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ ഈ യോഗത്തിലേക്ക് ഒരു കോൺഗ്രസ്സുകാരനെ വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ പൂർണ്ണമായി നിങ്ങളുടെ കൂടെയാണ് എന്ന് കാണിക്കുക എന്നുള്ളത് മാത്രം. അതെന്ന് പറയുന്നത് ശുദ്ധമായ പൊള്ളത്തരമാണ്. ആ ശുദ്ധമായ പൊള്ളത്തരം ഈ പറയുന്ന ഇടതുപക്ഷവും CPM-ഉം CPI ഒക്കെ മനസ്സിലായി. ഞാൻ വിചാരിക്കുന്നത് CPIക്ക് അത് മനസ്സിലായിട്ടുണ്ട്, ഇവിടുത്തെ മതേതര വിശ്വാസികൾക്കും മതേതര പ്രസ്ഥാനങ്ങൾക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് ആർക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലാകാഞ്ഞിട്ടാണോ ഇനി മനസ്സിലാകാത്ത പോലെ നടക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതാണ് വെള്ളാപ്പള്ളിയുടെ ശൈലി എന്ന് പറയുന്നത്. ആ ശൈലി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത വർഷവും അദ്ദേഹം ഇത്രയും നാളും എന്താണോ ചെയ്തതെന്ന്. ഇപ്പം ഞാൻ ഉദാഹരണം, ഇപ്പം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ, പാർലമെൻറ്റ് ഇലക്ഷൻ്റെ തൊട്ട് മുൻപും അതിൻ്റെ ഒപ്പവും ഒക്കെ എന്താ പറഞ്ഞത്? ഞാനെപ്പോഴും
ഇടതുപക്ഷത്തോട് കൂടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം വോട്ട് ചെയ്യാൻ പറഞ്ഞ ആർക്കാ? ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് അല്ലേ? ആലപ്പുഴയിൽ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു? ശോഭാ സുരേന്ദ്രന് വേണ്ടി പറഞ്ഞു. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടും BJP പ്രസ്ഥാനങ്ങളോടും അടുത്താണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മകനെ BJP-യുടെ ഒരു ഘടകകക്ഷിയാക്കി വെച്ചത്. എന്ന് പറഞ്ഞാൽ ആ ഘടകകക്ഷീൻ്റെ കൺവീനറാണ്, ഇന്ത്യൻ്റെ കൺവീനറാണ് അദ്ദേഹം. ആ പ്രസ്ഥാനം തുടങ്ങി, ഈ BDJS എന്ന് പറഞ്ഞ പ്രസ്ഥാനം തുടങ്ങി വെച്ചതാരാ? ഈ വെള്ളാപ്പള്ളി നടേശനാണ്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ജാഥ നടത്തിക്കൊണ്ടുവന്നാരാ? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനാണ്. അതിന് കൊടി ഉയർത്തിയതാരാ? വെള്ളാപ്പള്ളി നടേശനാണ്. അതിന് ചിഹ്നം പ്രഖ്യാപിച്ചതാരാ? വെള്ളാപ്പള്ളി നടേശനാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹം മാറിയുന്നു. എന്തുകൊണ്ട് മാറിയുന്നു? അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, കെട്ടിവെച്ച കാശ് ഈ പറയുന്ന മത്സരിച്ച സീറ്റുകളിലൊന്നും കിട്ടിയില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് കുടത്തിൽ താമര വിരി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഒരു കുടത്തിലും താമര വിരിച്ചില്ല. അതോടുകൂടി ആ പരിപാടി നിർത്തി അദ്ദേഹം. അതോടുകൂടി നിർത്തി കഴിഞ്ഞപ്പോൾ കേരളമാണ് ഇത് മതേതര സ്റ്റേറ്റാണ് എന്നുള്ള അദ്ദേഹം നല്ല രീതിയിൽ അറിയാം. ഇവിടെ നിന്ന് പോകണമെങ്കിൽ BJP-യുടെ സംവിധാനമാണ് എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്മൃതി മാഡം നേരെ പറഞ്ഞ കുറേ കേസുകളുണ്ടല്ലോ, അതിനകത്ത് പോകും. അപ്പോൾ അത് തന്നെയാണ്, അകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറി. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ പാവം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, എന്നെ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മാറി. എന്നിട്ട് അദ്ദേഹം ഞാൻ ശരിക്കും പറയുന്നത് ഈ ആട്ടുനോലിട്ട ചെന്നായ എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഏക ഉദാഹരണം കേരളത്തിൽ ഇദ്ദേഹമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ശൈലിയും. ഞാൻ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ എതിർത്ത പ്രസ്ഥാനം SNDP യോഗമാണ്. ശരിയാണ്, SNDP യോഗമാണ്. പക്ഷെ അന്ന് ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല. അദ്ദേഹമായിരുന്നു ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ജനറൽ സെക്രട്ടറി. എങ്കിൽ എന്താ അറിയോ? ഇവിടുന്ന് കൊട്ട വണ്ടികൾ മറ്റേ ഇതുണ്ടല്ലോ, ശിലകൾ കൊടുത്തു വിട്ടത്, ഇഷ്ടിക കൊടുത്തു വിട്ടത്, ലോഡ് ആണെങ്കിൽ ഇഷ്ടിക കൊടുത്ത് പോയേനെ. കാരണം ഇദ്ദേഹം കൊടുത്തു വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ന്യായീകരണം, അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം നടന്ന ഏത് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിന്നത്? അദ്ദേഹം അതാണല്ലോ പറയേണ്ടത്. SNDP യോഗം മഹത്തായ പ്രസ്ഥാനമാണെന്നും അത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമായിരുന്നെന്നും അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനമാണെന്നും അത് തുടങ്ങിയിട്ട് ഇങ്ങോട്ടുള്ള നല്ല ജനറൽ സെക്രട്ടറിമാരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും നല്ല രീതിയിലാണ് പ്രസ്ഥാനത്ത് കൊണ്ടുപോയതെന്ന് ആർക്കും സംശയമില്ല. കേരളത്തിലെ ഏതെങ്കിലും മലയാളിക്ക് സംശയമുണ്ടോ? അത് ഒരു സംശയമില്ല. ആ സമയത്ത് എന്ത് നിലപാടാണ് ഈ സംഘം, ഈ പറയുന്ന പ്രസ്ഥാനം എടുത്തിട്ടുള്ളതെന്നും നമുക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ ഇപ്പോൾ ഉള്ള രീതിയിൽ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിന് നമ്മൾ നോക്കേണ്ടത്. ആ വെള്ളാപ്പള്ളി നടേശൻ ബാബറി മസ്ജിദ് ഇപ്പോഴാണ് തർക്കപ്പെടുന്നതെങ്കിൽ എന്ത് നിലപാട് സ്വീകരിച്ചെന്ന് ആലോചിച്ചാൽ മതി. ഏത് രീതിയിൽ പ്രവർത്തിക്കും? അദ്ദേഹമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം സമുദായം തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് പറയുകയാണ്, അവിടെ മറ്റുള്ളവർ ശ്വാസം മുട്ടി ജീവിക്കുകയാണ്, ഈഴവർക്കൊന്നും കിട്ടുന്നില്ല, ഈഴവർക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ മുസ്ലിം സമുദായം പറയുകയാണ്. ഞങ്ങൾ ഈ പറയുന്ന എറണാകുളത്തോ തിരുവിതാംകൂർ ഏരിയയിൽ എത്ര മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്? ഇവരോട് കമ്പയർ ചെയ്ത് നോക്കട്ടെ. മലപ്പുറത്തുള്ളതിൻ്റെ കാൽഭാഗത്തിൽ ഒന്നുണ്ടോ? ഈ പറയുന്ന ആലപ്പുഴയിലോ കോട്ടയത്തോ പത്തനംതിട്ടയിലോ കൊല്ലത്തോ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അവിടെ അവിടെ 16 എണ്ണ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. നേരെ തിരിച്ച് ഇവർക്ക് 16 സ്ഥലത്ത് അവർക്ക് 1-2 ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു ശൈലിയാണ്. അപ്പം വർഗീയ വിഷം. ഞാനൊരു ഉദാഹരണം പറയുന്നത്, നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട വെള്ളാപ്പള്ളി നടേശൻ എന്താണ് സംഭവിച്ചത്? ആ മൂല്യങ്ങളെ ദോഷമാകുന്ന വിധത്തിലല്ല പ്രസംഗം നടത്തിയത് പോയിട്ട് അല്ലേ? ആ മൂല്യങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തിയത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇന്നലെ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കോലം കത്തിച്ചില്ലേ? എന്ത് കാരണം കൊണ്ടാണ് കോലം കത്തിക്കാനുള്ള അവസ്ഥ ഉണ്ടായത്? ഇദ്ദേഹമാണ് അതിന് വിത്തിട്ട് കൊടുത്തത്. അദ്ദേഹത്തെ ആ ശൈലിയിൽ ഇരുത്താൻ പാടുമോ? അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാൻ വിചാരിച്ചിരുന്നത്, ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയ്ക്ക് 2-3 മാസം മുന്നേ നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹത്തെ എവിടെയും കൊണ്ട് ഒതുക്കണമല്ലോ എന്ന് വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ നാക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് എവിടെയും ഒതുക്കണമല്ലോ എന്ന് വിചാരിച്ചത്. ഇതിന് തലപ്പത്തിരുന്നാൽ ഉണ്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിണറായി വിജയൻ കൊണ്ട് ഒതുക്കിയതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെയൊന്നും അദ്ദേഹം ഒതുങ്ങിയിട്ടില്ല. അദ്ദേഹം അതിനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് എല്ലാവരും വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഈ നവോത്ഥാന സമിതി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ആരൊക്കെയുണ്ടോ അവരൊന്നും ഇപ്പോൾ ഇല്ല. നമ്മൾ അറിയപ്പെടുന്ന 1-2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി ആരെയും നമ്മൾ അറിയപ്പെടുന്നവരാണോ? ഇവിടെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു നേതാവ് ആ കൂടെ ഉണ്ടോ? ഒരു നേതാക്കന്മാരും ഇല്ല. മുന്നലെയൊക്കെ പോയത് ഇനി ഇതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടു എന്ന് സർക്കാരിനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് തിരിച്ചടിക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ തുടരുന്നത്. പിരിച്ചുവിടാൻ പറ്റില്ല. ആളെ മാറ്റിക്കഴിഞ്ഞാൽ അത് വേറെ തിരിച്ചടിക്കുന്നത് അല്ല. ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അപ്പുറം അവിടെ SNDP യോഗത്തിൻ്റെ പ്രവർത്തകരെന്ന് പറയുന്നത് CPM-മാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJP-ക്കാരുണ്ട്, സംഘപരിവാർക്കാരുണ്ട്, എല്ലാവിധം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അവിടെ ഈ SNDP യോഗത്തിന് എന്തെങ്കിലും ഒരു നിലപാട് ഈ വെള്ളാപ്പള്ളി നടേശൻ തീരുമാനിക്കുന്ന നിലപാടുകളാണ് ശരിയെന്ന് വെക്കുന്നതെങ്കിൽ 2016 ഇലക്ഷനിൽ 35 സീറ്റിലും 34 സീറ്റിലും കണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ BDJS മത്സരിച്ചത്
അല്ലേ? ആ സ്ഥലത്ത് ഒരു സീറ്റിലെങ്കിലും ജയിച്ചേനെ, ഒരു സീറ്റിലെങ്കിലും 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ വന്നേനെ. ഒരു സ്ഥലത്ത് വന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അത്രയും കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല. അന്ന് അത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ച് വന്ന സമയത്ത് പോലും കേൾക്കുന്നില്ലെങ്കിൽ ഇപ്പം അത്രയും കൂടെ കേൾക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രം ആരാണ് ഭരിക്കുന്നത്? BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, എൻ്റെ ബിസിനസ്സുകളും സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണം. ആ സംവിധാനത്തിൻ്റെ കൂടെ അത് എന്താണ്, അതൊരു ഹിന്ദു അനുകൂല നിലപാട് സ്വീകരിച്ചാൽ BJP എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാടുകൾ അവിടെ സ്വീകരിക്കുന്നു. അതിനപ്പുറം ഒന്നുമില്ല. അതോടുകൂടി എന്ത് സംഭവിക്കും? അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള VDJSൻ്റെ അധ്യക്ഷനായിട്ടുള്ള NDAൻ്റെ കൺവീനറായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു സപ്പോർട്ടും കൂടിയാവും. ഞാനെടാ മോനെ ഞാനുണ്ട്, നീ ടെൻഷൻ വേണ്ട എന്നുള്ളത് നിൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ളത് കൊണ്ടൊരു ശൈലി അങ്ങനെയും കൊടുക്കും. ഞാൻ പറയുന്നത് എന്താ അറിയോ, എത്രയോ നീചമായ രീതിയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പോലും മലപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. ഒരു RSS അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ BJP അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു BJP പ്രവർത്തകനോ കേരളത്തിലെ ഏതെങ്കിലും ഒരു RSS പ്രവർത്തകനോ മലപ്പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയിട്ടോ മുസ്ലിങ്ങൾ തിരുമ്പാർക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സ്ഥലത്തോ മുസ്ലിം വർഗ്ഗവിരുദ്ധമായിട്ടുള്ള പ്രസ്താവന ഇതുവരെ നടത്തി ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അതിനേക്കാളും അപ്പുറം വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി, കാരണം ഒരു മഹത്തായ സംവിധാനത്തെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് വളരെ മോശമായ പരിപാടിയാണ്. ഈ സംവിധാനത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അല്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുകയും വേണം. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് പോകണം എന്നുള്ളതല്ല, പോയാലും കുഴപ്പമില്ല, കാരണം അദ്ദേഹത്തെ അവരുള്ള വ്യക്തിബന്ധം നമുക്കറിയാവുന്നതാണ്, അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷേ എന്താണ്, ഇതിന് ശക്തമായ മറുപടി ഒന്നിലും ഇവിടെ പറയണം അല്ലെങ്കിൽ അവിടെ പോയി പറയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി സുജയ. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പരിപാടി SNDP യോഗത്തിൻ്റെ ചേർത്തല യൂണിയൻ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. ആ പരിപാടി വെള്ളിയാഴ്ച, അതായത് 11-ാം തീയതി നടക്കാൻ പോവുകയാണ്. 3 പതിറ്റാണ്ട് ജനറൽ സെക്രട്ടറി പദം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകുന്നതിൻ്റെ ആ പരിപാടിയുടെ ഉദ്ഘാടകനാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ സമ്മതം വാങ്ങിയാണ് ആ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ ഉദ്ഘാടകനായി എത്തണമെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങുകയും അദ്ദേഹത്തിൻ്റെ മറ്റ് പരിപാടികൾ ആ സമയത്ത് ഇല്ല എന്ന് ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് SNDP യോഗം ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 11-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ചേർത്തല ബോയ്സ് ഹൈസ്കൂളിൻ്റെ മുറ്റത്ത് നടക്കുന്ന ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുമോ, വരാതിരിക്കണോ, അതോ പോകാൻ പാടില്ലേ? ഇതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം. ഇവിടെ മുഖ്യമന്ത്രിയുടെ പേര് ഉദ്ഘാടനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. അതിൽ അദ്ദേഹം പങ്കെടുക്കാതിരിക്കേണ്ട ഒരു സാഹചര്യമുള്ളതായി പിണറായി വിജയന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിനകം തന്നെ ഈ പരാമർശങ്ങൾ ഇത്രത്തോളം ചർച്ചയായ ഒരു സാഹചര്യമാണ്. അതിൽ ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷം നിൽക്കുന്നു. അപ്പോൾ ന്യൂനപക്ഷത്തോടുള്ള സ്നേഹം മുഖ്യമന്ത്രിക്ക് കാട്ടണം. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ വെറുപ്പിക്കാനും പറ്റില്ല. ഇതിനിടയിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താതെ മുഖ്യമന്ത്രി മൗനം തുടരുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മുഖ്യമന്ത്രിക്കൊപ്പം P പ്രസാദും P രാജീവും VN വാസവനും സജി ചെറിയാനും 4 മന്ത്രിമാർ കൂടി പങ്കെടുക്കുന്നുണ്ട്. ആ മന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. ആരും വിട്ടു നിൽക്കില്ല. ആ പരിപാടി നിശ്ചയിച്ച രീതിയിൽ തന്നെ 11-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് SNDP യോഗമായി ആ പരിപാടി മാറ്റിയില്ല എങ്കിൽ ആ പരിപാടി നടക്കുകയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുകയും ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണുക. അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞതിന് മുസ്ലിങ്ങൾക്കൊപ്പമാണ്, മുസ്ലിം വിരോധം അല്ലെങ്കിൽ അങ്ങനെയുള്ള മതസ്പർദ്ധയുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്ന ആർക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്ന CPIM-ന് എന്ത് പറ്റി? CPIM അപ്പോൾ പറയുന്ന ആളെ നോക്കിയാണോ നടപടിയെടുക്കുന്നത്? അതാണ് ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്നല്ല മലപ്പുറത്തുകാർ ആകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി മാറുന്നത്. അതാണ് മലപ്പുറം പ്രത്യേക രാജ്യം എന്ന പ്രസ്താവനയാണ് നടത്തിയത്. അപ്പോൾ ആ പ്രസ്താവന അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ രാജ്യം എന്നുള്ളതൊക്കെ രണ്ടാമത്തെ തിരുത്തിൻ്റെ ഭാഗത്താണ് വരുന്നത്. ആദ്യം മലപ്പുറം പ്രത്യേക രാജ്യം, അവിടെ ശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അവിടെ ആരാണ് കൂടുതലുള്ള പോപ്പുലേഷൻ എന്നത് 54% എന്ന് 54 or 56 എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ക്ലാരിഫൈ വരുത്തിക്കൊണ്ട് പറയുന്നുമുണ്ട്. അത്രയും പേർ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ അത്രയും മുസ്ലിങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാനുള്ള മറുപടി എന്താണ് എന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. 5-ാം തീയതിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇന്നിപ്പോൾ 7-ാം തീയതിയായി, 2ാമത്തെ ദിവസമാണ്. 48 മണിക്കൂറാകുന്നു ആ പ്രസ്താവന വന്നിട്ട്. ഇതിനകം തന്നെ ഒരു സൗണ്ട് ബൈറ്റ് വേണ്ട, ഒരു വാർത്താക്കുറിപ്പെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇറക്കാം. ഇങ്ങനെയുള്ള പ്രസ്താവനകളിൽ നിന്ന് നേതാക്കൾ അകലം പാലിക്കണം, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നാടിന് ഭൂഷണമല്ല, അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. ആ ഒരു ശൈലിയിലുള്ള ഒരു വരി പോലും നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല അല്ലെങ്കിൽ പങ്കെടുക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മുഖ്യമന്ത്രി അതിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പരിപാടിയിൽ പോകും. അതല്ല, ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രി കൂടെ തീരുമാനിച്ചിട്ട് ആ പരിപാടിയിൽ ഭേദഗതി വരുത്തിയാൽ മാത്രമേ മുഖ്യമന്ത്രി അതിൽ പോകാതെ ഇരിക്കുകയുള്ളൂ എന്നതാണ്. ഇവിടെ RJDയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ്, അതോടൊപ്പം INL ഘടകകക്ഷികളാണല്ലോ. അവരൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് എന്നതും നമ്മൾ കണ്ടതല്ലേ. CPI പറഞ്ഞു മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന പ്രസ്താവനയാണ്, മത സാമുദായിക നേതാക്കൾ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വർഗീസ് ജോർജ് കൃത്യമായിട്ട് പറയുകയാണ്. CPI പറയുന്നത് പിന്നെ ബിനോയ് വിശ്വം
പറഞ്ഞാലും അത് അവിടെ നിൽക്കുകയാണല്ലോ ഇപ്പോൾ കുറെ കാലമായി. അറിയണം. അതെ, ബിനോയ് വിശ്വം ആ സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ഇവിടെ പി പ്രസാദിന്റെ പേര്, ആ ചിത്രം അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബിനോയ് വിശ്വം പല വിഷയങ്ങളിലും ഇപ്പോൾ 2-3 വിഷയങ്ങളായി നമ്മൾ കാണുന്നത് ബിനോയ് വിശ്വം കൃത്യമായ ഒരു ഇടത് സ്റ്റാൻഡ് എടുക്കുകയും എന്നാൽ അതിന് വേണ്ട രീതിയിൽ ഒരു എൻഡോഴ്സ്മെന്റ് CPIM-ൽ നിന്ന് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല. മുന്നണി രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ തുറന്നെതിർക്കുന്ന ബിനോയ് വിശ്വത്തെയും ഇപ്പുറത്ത് പറഞ്ഞു എന്ന് വരുത്തുന്ന CPIM-നെയും നമ്മൾ കാണുന്നതും അതും കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. INL പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈ നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റണമെന്നാണ്. ഡയറക്റ്റ് ആണ്. അവരാണ് ഈ CPI-യും RJD-യും പറഞ്ഞതിനേക്കാൾ INL ആണ് ഡയറക്റ്റായി പറഞ്ഞത്. കാരണം അവർക്ക് അത് കോൺസിക്വൻസസ് ഉണ്ടാക്കും. ആ രീതിയിൽ പ്രതികരിച്ചില്ലെങ്കിൽ അവർക്ക് കോൺസിക്വൻസസ് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് INL-ന്റെ ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളിൽ പരിശോധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ പക്ഷപാതം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരു വിവേചനം ഉണ്ടായിട്ടുണ്ട് എന്നതാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ തിരുത്തിനൊപ്പം അദ്ദേഹത്തിന്റെ 5-ാം തീയതി നടത്തിയ പ്രസംഗത്തിൽ നിന്നും തിരുത്തായി അദ്ദേഹം ഉൾപ്പെടുത്തുന്നത്. പക്ഷപാതം ഉണ്ടായിരിക്കുന്നു, കുറെ ആളുകൾക്ക് മാത്രം അനുവദിക്കുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ആശങ്കയും അദ്ദേഹത്തിന്റെ ഒരു വിഷമവുമായി ആ 2ാമത്തെ തിരുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പ്രസംഗം നടത്തിയിട്ട് 48 മണിക്കൂർ ഞാൻ എടുത്തു പറയാൻ കാരണം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു 10 പരാതിയെങ്കിലും പല പോലീസ് സ്റ്റേഷനിലായിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസംഗത്തിനെതിരെ പോയിട്ടുണ്ട്. അതിന്മേൽ ഇപ്പോൾ നിയമോപദേശം തേടി കാത്തിരിക്കുകയാണ്. അതായത് കേസെടുക്കാൻ പറ്റുമോ, കേസെടുത്താൽ കോടതിയിൽ നിൽക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയുള്ളൂ. അതെല്ലാം ഇങ്ങനെ പരിശോധിച്ച് വരികയാണ്. ഇവിടെ മറ്റു കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇത്രയും നിയമോപദേശമൊന്നും വേണ്ടി വന്നില്ല. അദ്ദേഹം ഇപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ അന്ന് അദ്ദേഹം കളമശ്ശേരി ആ സമയത്ത് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് അല്ലെ. കേന്ദ്ര സഹമന്ത്രിക്കെതിരെ കേസെടുക്കാനായിട്ട് ഒരു ആലോചനയുമില്ല, നിയമോപദേശം തേടേണ്ടതില്ല, കൃത്യമായി അതിൽ കേസെടുക്കുകയാണ്. എന്നാൽ ഇവിടെ 10-ലേറെ പരാതികൾ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം പബ്ലിക് ഡൊമൈനിലുണ്ട്, അത് വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ആ പ്രസംഗത്തിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രി കേട്ടുണ്ടാവും കേട്ടോ. കാരണം പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിലാണെങ്കിലും ഇപ്പോൾ ഇത്രയും ചർച്ചയായ സ്ഥിതിക്ക് അദ്ദേഹം കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നിട്ടും ഈ കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ്. ഈ കേസെടുത്താൽ നിൽക്കുമോ എന്ന് പരിശോധിക്കുകയാണ് എന്നതാണ് ഈ പരാതി കൊടുത്ത ആളുകൾ ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത്. അവിടെയും ഒരു ഇരട്ടത്താപ്പില്ലേ? ചിലരാകുമ്പോൾ, അതായത് പ്രിയപ്പെട്ടവരാകുമ്പോൾ കേസെടുക്കുന്ന കാര്യത്തിൽ പോലും പതുക്കെയാണ് പോകുന്നത്. പതുക്കെ ചോദിച്ച് പറഞ്ഞ് വെള്ളാപ്പള്ളി സമ്മതിച്ച് അങ്ങനെയൊക്കെ കേസെടുക്കുകയുള്ളൂ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനില്ലാത്ത, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനാണല്ലോ, അദ്ദേഹം തന്നെ അതിന് മറുപടി പറയട്ടെ. അദ്ദേഹത്തിനില്ലാത്ത എന്ത് ഇമ്മ്യൂണിറ്റിയാണ്, കേന്ദ്രമന്ത്രി ആയിരുന്ന രാജീവ് ചന്ദ്രശേഖരനില്ലാത്ത എന്ത് ഇമ്മ്യൂണിറ്റിയാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിക്കുള്ളത്? അത് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഈ പരിപാടിയിലേക്ക് പോകുമ്പോൾ പോകുന്നതിന് മുൻപ് അദ്ദേഹം മറുപടി പറയേണ്ട ചോദ്യങ്ങളാണിതൊക്കെ. ഇനി 5-ാം തീയതി നടത്തിയ ഈ പ്രസംഗം, ആ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ പരിശോധിച്ചോ? പോലീസ് പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നിന്ന് എന്താണ് കിട്ടിയിരിക്കുന്ന ഉപദേശം? അതും സൈലന്റ് ആണ്. ആ ഭാഗവും സൈലന്റ് ആണ്. അപ്പോൾ ഇതിൽ കേസെടുക്കാനൊന്നും പോകുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച കാര്യത്തിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്നതാണ് സർക്കാരിന്റെ സ്റ്റാൻഡ് എന്ന് മലയാളികൾ, മലപ്പുറംകാർ ഒക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇതിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇനി സിറാജിന്റെ ഇന്നത്തെ മുഖപ്രസംഗം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ. സമസ്ത AP വിഭാഗത്തിന്റെ മുഖപത്രമാണല്ലോ സിറാജിന്റെ മുഖപ്രസംഗത്തിൽ ഈ മന്ത്രിമാർ ഈ സ്വീകരണത്തിൽ പങ്കെടുക്കരുത്, മുഖ്യമന്ത്രി പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, മന്ത്രിമാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ആ വരി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മതേതര കേരളത്തിന്റെ വികാരം മാനിച്ച് പരിപാടിയിൽ നിന്ന് പിന്മാറണം എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്ന വരി. വെള്ളാപ്പള്ളി നടേശൻ അതേസമയത്ത് എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് പോലും പിൻവലിക്കാനില്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ശ്രീനാരായണീയർക്ക് മലപ്പുറത്ത് പിന്നോക്കാവസ്ഥയാണ്, ലീഗിലെ സമ്പന്നരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നത്. അതിൽ ലീഗിന്റെ തന്നെ ആളുകൾ വന്നിട്ട് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ MES-ന്റെ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞല്ലോ. അതായത് ഈ സ്ഥാപനം തുടങ്ങുന്നതിനായി അദ്ദേഹം അവിടെ ശ്രമിക്കുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ അദ്ദേഹം പറയുന്നത് വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാം. പക്ഷേ അദ്ദേഹം അത് ശ്രമിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് അവിടെ ഒരു കോളേജ് തുടങ്ങാൻ, ഒരു സ്കൂൾ തുടങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും കാലം, അതായത് ഇപ്പോൾ 2ാമത്തെ ടേം ഏകദേശം പൂർത്തിയായി, 3-ാം ടേമും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നു 3ാമത്തെ ടേമിലേക്ക് എത്തുമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വെള്ളാപ്പള്ളി നടേശൻ ഒരു സ്കൂളും കോളേജും തുറക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കാത്ത എന്ത് ഇടത് സർക്കാരാണിത്? വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്ന ഈഴവ വോട്ട് മുഴുവൻ ഇടതുപക്ഷത്തേക്ക് വരുന്നതിൽ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന, ഇപ്പോൾ കുറച്ചൊന്ന് അടർന്നു പോയപ്പോഴേക്കും അതിൽ വിലപിച്ചിരിക്കുന്ന ഇടതുപക്ഷം എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ അവഗണിച്ചത്? അത് ശരിയല്ല. വെള്ളാപ്പള്ളി നടേശനെയും SNDP-യും അവഗണിച്ചത് ശരിയല്ല. അവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ 14 ജില്ലയിലും തുടങ്ങാനായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ, സാറിൻ്റെ വാക്ക് ഞാനൊന്ന് കടമെടുക്കുകയാണ്, അപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപേക്ഷ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി അവർക്ക് കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ അവഗണിച്ചിട്ടിരിക്കുകയാണ്.
പൈസയും കൂടെ സർക്കാർ കൊടുക്കണം, പൈസ കൊടുക്കൂല. അല്ല, ഇത് അദ്ദേഹത്തിന് ഇപ്പോൾ ലീഗിന്റെ സമ്പന്നര് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നു. അതിനൊരു പരിഹാരം വേണ്ടേ? അവിടുത്തെ ശ്രീനാരായണീയർക്ക് വായു ശ്വസിക്കണ്ടേ? ആ വായു ശ്വസിക്കുന്നതിന് വേണ്ടി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി മുന്നിട്ടിറങ്ങി മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം. ഇപ്പോൾ പലരും ഇതിനെതിരെ പറയുന്ന ആളുകൾ പറയുന്നത് പോലെ വെള്ളിയാഴ്ച അടപ്പിക്കും, നോമ്പുകാലത്ത് തുറപ്പിക്കില്ല, പിന്നെ അതുപോലെ തന്നെ വെക്കേഷൻ ക്ലാസ് വെപ്പിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. SNDPയുടെ സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അവിടെ സ്ഥാപനങ്ങൾ നടത്താൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ അദ്ദേഹം മുൻകൈയിട്ടിറങ്ങണം. മലപ്പുറത്ത് അദ്ദേഹം ഈ ലീഗിലെ സമ്പന്നർ മാത്രം അങ്ങനെ കൈയാളേണ്ട. 54% അല്ലേ ഉള്ളൂ, ബാക്കി എല്ലാവരും ചേർന്ന് വരുമ്പോൾ 46% ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സുഖമായിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞത് ദേശാഭിമാനിയുടെ ലീഡ് കൂടി ഞാനൊന്ന് കോട്ട് ചെയ്യാണ് കേട്ടോ. എന്താണ് സർക്കാരിൻ്റെയും പാർട്ടിയുടെ സ്റ്റാൻഡ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നേരറിയാൻ ദേശാഭിമാനി വായിക്കണമല്ലോ. അപ്പോൾ ഞാൻ ദേശാഭിമാനിയും വായിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മതേതര കാപട്യവും സ്ഥാപിത താല്പര്യവും തുറന്നു കാട്ടിയതിന് തന്നെ വർഗീയവാദിയും മുസ്ലിം വിരോധിയുമായി ചിത്രീകരിക്കുന്നു. അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിൽ നിന്ന് ലീഡായി ദേശാഭിമാനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പറ, മുഖ്യമന്ത്രി പോകുമോ ഇല്ലയോ? പോകും, പോയിരിക്കും. അതാണ് ദേശാഭിമാനിയുടെ ലീഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി പോയിരിക്കും. ഇനി ശ്രീനാരായണീയ തത്വം ഉയർത്തിപ്പിടിക്കുന്ന SNDP യോഗത്തിന് മതവിരോധം സാധ്യമല്ല. വെള്ളാപ്പള്ളി നടേശനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നതാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണെന്ന് വിശ്വസിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് ദേശാഭിമാനിയിലൂടെ CPIM പറഞ്ഞു വെക്കുന്നത്. ഇല്ല, ശ്വാസമൊന്നും മുട്ടിയിട്ടില്ല. ഇതാണ് ലീഡ്. ദേശാഭിമാനി വാർത്തയുടെ ലീഡാണ് ഞാനിപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നതും ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. സംവരണ സമുദായ മുന്നണിയായി യോഗം ലീഗിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ UDF സർക്കാരിനെ ഉപയോഗിച്ച് അവർ നേട്ടം കൊയ്തു. ഒരു സ്വാശ്രയ സ്ഥാപനം പോലും അന്ന് യോഗത്തിന് അനുവദിച്ചില്ല. അത് തിരിച്ചറിഞ്ഞ് നിലപാട് സ്വീകരിച്ചതോടെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ തുടങ്ങി. എങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധൻ എന്ന ആ ഒരു മേലങ്കിയിലേക്ക് വന്നു വീണു? അവിടെയും വെള്ളാപ്പള്ളി ത്യാഗിയായ വെള്ളാപ്പള്ളിയെ അവിടെ കൃത്യമായി വരച്ചു വെക്കുന്നുണ്ട് പാർട്ടിയുടെ മുഖപത്രം. അപ്പോൾ നമ്മൾ സിറാജിലേക്കൊന്നും പോകേണ്ട, ദേശാഭിമാനി വായിച്ചാൽ മതി. ദേശാഭിമാനിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിനെതിരെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്നുള്ളത് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാവില്ലേ? പാർട്ടിയുടെ നേതാക്കൾക്ക് മനസ്സിലാകില്ലേ? അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ മറ്റാരെങ്കിലും ആയിരുന്നു അപ്പുറത്തെങ്കിൽ, രാജീവ് ചന്ദ്രശേഖറാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇതാകുമായിരുന്നില്ല MA ബേബിയുടെ ഇന്നത്തെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണമോ സ്റ്റേറ്റ്മെന്റോ ഉടൻ തന്നെ വന്നേനെ. ഓർഗനൈസറിലെ ലേഖനത്തെക്കുറിച്ച് പാർട്ടി കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് പ്രസ്താവന ഇറക്കാമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ പ്രതികരിക്കാം. അദ്ദേഹം പ്രതികരിക്കാതെ വിട്ടിരിക്കുന്നു. ദേശാഭിമാനിയിലെ ലീഡ് നമ്മൾ കാണുകയാണ്. അപ്പോൾ കാന്തപുരം വിഭാഗത്തിന്റെ മുന്നറിയിപ്പൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശന്റെ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി പോകും എന്നുള്ളതാണോ ദേശാഭിമാനിയിലെ ഈ വാർത്തയുടെ ലീഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ് മലപ്പുറംകാരോടുള്ള എൻ്റെ ചോദ്യം. ഇനി രണ്ട് കാര്യങ്ങളാണല്ലോ, ഈഴോ വോട്ട് വേണോ കാന്തപുരം വോട്ട് വേണോ, ഇത് രണ്ടും വേണമല്ലോ, രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂസിംഗ് സിറ്റുവേഷനാണ് മുഖ്യമന്ത്രരിയെ സംബന്ധിച്ചിടത്തോളം. ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ അന്ന് വിലയിരുത്തിയതാണ്. 67 CPIM-നും 99 കിട്ടി. LDF തുടർ ഭരണത്തിലേക്ക് വരുന്ന 2021 സാഹചര്യം. അന്ന് ഈഴവ വോട്ടുകളെല്ലാം ഇൻടാക്റ്റ് ആയിട്ട് കിട്ടി എന്നുള്ളൊരു വിലയിരുത്തലാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ ഈ പരമ്പരാഗത വോട്ട്, സ്വാധീന മേഖല, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഈഴവ വോട്ടുകൾ 2024 ആകുമ്പോൾ കൃത്യം 3 വർഷം കഴിയുമ്പോഴേക്കും ജനസംഖ്യയുടെ 23% വരുന്ന ഈഴവ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ആ ഷിഫ്റ്റിനെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നുണ്ട്. ആ ഷിഫ്റ്റ് ചെയ്ത വോട്ടുകൾ തിരിച്ചു വരണമെന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി SNDP യൂണിയന്റെ പരിപാടിയിൽ പോകാതിരിക്കുന്നത് എങ്ങനെയാണ്? പരിപാടിയിൽ പോകുമെന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നത് പോലെ ഈ നവോത്ഥാന സമിതിയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ഇരുന്ന് തന്നെ നടക്കുകയുള്ളൂ. അല്ലായെന്നുണ്ടെങ്കിൽ ആ സമിതി ആകെ പിരിച്ചുവിട്ടുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരണം. അവിടെ ഹുസൈൻ മടവൂരോ പുന്നല ശ്രീകുമാറോ ഒക്കെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയന് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മാഡം. 2024 AM ആരിഫിന് ആലപ്പുഴയിൽ കുറഞ്ഞത് 8.76% വോട്ടാണ്. ശോഭാ സുരേന്ദ്രന് 17 നിന്ന് 28 ഉയർന്നു. ആ സിമ്പിൾ മാത്തമാറ്റിക്സ് മതി മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയും ചേർത്തലയിലെ ഈ പരിപാടിയിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ചോർന്നു പോയത് തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് മുഖ്യം. അല്ല, ഇതിൽ ഒറ്റ കാര്യം കൂടെ ഉണ്ട്. ഈ മലപ്പുറത്ത് പോയിട്ട് വെള്ളാപ്പള്ളി നടേശൻ കാര്യം പറയുമ്പോൾ എന്തായാലും അവിടെ കാര്യമുണ്ട്. എന്താണെന്നറിയോ, അവിടെ നിലമ്പൂർ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അവിടെ ആർക്കൊക്കെ വോട്ട് ചെയ്യണം എന്നുള്ളത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം പോയി പറയാൻ പറ്റില്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും അവിടെ. അതിന് ശേഷം ചെന്നിട്ട് അവിടെ മുസ്ലിം വർഗീയതയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും. അപ്പോൾ അതിന് മുന്നേ തന്നെ നേരത്തെ തന്നെ പോയി പറഞ്ഞേക്കാണ് ആർക്കൊക്കെ എവിടെ വോട്ട് ചെയ്യണം എന്നുള്ള ശൈലിയിലുള്ള ഒരു ഹിൻ്റാണ് ഇപ്പോൾ അവിടെ പോയിട്ടുള്ളത്. അല്ല, ഇദ്ദേഹം ഇത്രയും വലിയ സംവിധാനത്തിന് തലപ്പത്തിരിക്കുന്ന ഇദ്ദേഹം ഇതൊന്നും അറിയാതെ അല്ലല്ലോ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. മാത്രമല്ല BJP മലപ്പുറത്ത് അല്ലെങ്കിൽ നിലമ്പൂരിൽ ജയിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഈ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ആ പരിപാടിയിൽ പോയി നടത്തിയത്. കാരണം അവിടുത്തെ യൂണിയൻ പ്രവർത്തിക്കാൻ പോകുന്നത് CPIM-ന് വേണ്ടി തന്നെയാണ്. അത് ഉറപ്പിക്കുകയാണ്, ഈ സ്റ്റേറ്റ്മെന്റിലൂടെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. ലീഗ് പറഞ്ഞാണ് കാര്യം, നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും താല്പര്യം ഈ നാടിന്റെ സമാധാനവും സൗഹൃദമാണ്, അത് മറക്കരുത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനവും പക്വമായി പ്രഖ്യാപിച്ച ഏക പാർട്ടി എന്ന് പറയുന്നത് ലീഗാണ് ആ കാര്യത്തിനകത്ത്. തിരിച്ചെത്താം. മുഖ്യമന്ത്രി വിട്ടുനിൽക്കേണ്ടേ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 3, നോ എന്ന് 1.
editors.